നമസ്കാരം സുഹൃത്തുക്കളെ. എത്രയും പ്രിയപ്പെട്ട നേതാക്കന്മാരെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാരെയാണ്. കഴിഞ്ഞ ദിവസം പ്രതിഭയ്ക്കെതിരെ ഒരു നേതാവ് നടത്തിയ പരസ്യ പ്രസ്താവന വളരെയധികം അവരെ വിഷമിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അവർ പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടു. ഇതുപോലെ പല സ്ത്രീകളും വീട്ടിൽ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇതുപോലെയുള്ള ഓരോ പാർട്ടിക്കാരുടെയും സൈബർ ആക്രമണം അവരുടെയൊക്കെ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിലും ഒക്കെ വരുന്ന വീഡിയോസിൻ്റെ അടിയിൽ വന്ന് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞ് പലപ്പോഴും അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടോ യൂട്യൂബോ ഒന്നും തുറക്കാൻ പാടില്ലാത്ത രീതിയിൽ ആക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ചോദിക്കും, നിങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് നിൻ്റെയൊക്കെ പണി നോക്കരുതോ, എന്തിനാ ഇതിനൊക്കെ വരുന്നത്, അതുകൊണ്ടല്ലേ ചോദിക്കും. ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണ് പ്രതിഭയോട് ഇത് ചോദിച്ചാലോ? അല്ലെങ്കിൽ 6 വർഷം മുമ്പ് രമ്യ ഹരിദാസിനെതിരെ വിജയരാഘവൻ നടത്തിയൊരു പ്രസ്താവനയിൽ അദ്ദേഹം ഒരു മാപ്പ് പറയുന്നതോ ക്ഷമാപണം നടത്തുന്നതോ ഒന്നും നമ്മൾ കണ്ടില്ല. അതേപോലെ തന്നെ ഇപ്പം നിൽക്കുന്ന പല സ്ത്രീകളായ സ്ഥാനാർത്ഥികളുണ്ട്. അവർക്കൊക്കെ എതിരെ വരുന്ന സൈബർ ആക്രമണങ്ങൾ ഇതിലുമൊക്കെ ഭയങ്കരവും ഭീകരവും ഭയാനകവും വൃത്തികെട്ടതും പറഞ്ഞാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അഞ്ജലി നായർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥിയാണ്. അവരെ ഈ സാബുവിൻ്റെ അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് ആക്ഷേപിച്ചിരിക്കുന്നത്. അതിനൊക്കെ എതിരെ മുഖ്യമന്ത്രി ഈ പറഞ്ഞ നടപടിയെടുക്കണം. ഓരോ പാർട്ടിയിലുമുണ്ട് ഇതുപോലെ തന്നെ വൃത്തികെട്ട കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് അണികൾ. പെയ്ഡാണോ അല്ലാത്തതാണോ എന്നറിയില്ല. അവർക്കെതിരെ പറഞ്ഞാൽ ഉടനെ വന്ന് ഈ ചീത്തയും തെറിയും വൃത്തികേടും നമ്മളെ ഈ ലോകത്തില്ലാത്ത വൃത്തികെട്ടവളാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്ന കുറേ കമൻറ്റോളികളുണ്ട്. അവരെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടത് ഓരോ പാർട്ടിയുടെയും ആവശ്യം തന്നെയാണ്. കാരണം അവരുടെയൊക്കെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചിലരൊക്കെ പൂട്ടി വെച്ചിട്ട് ഫേക്ക് അക്കൗണ്ടിലാണ് ചെയ്യുന്നതെങ്കിൽ പോലും ചിലരുടെയൊക്കെ അക്കൗണ്ട് പൂട്ടി വെക്കാത്തതാണ്. അത് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടും അവരുടെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നോക്കുന്ന മിക്ക ആൾക്കാരും ഏതെങ്കിലുമൊക്കെ പാർട്ടിയിൽ അംഗങ്ങളായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഒരു പാർട്ടിക്ക് നേരെ വരുമ്പോൾ മാത്രമല്ല, ഒരു സ്ത്രീക്ക് നേരെ വരുമ്പോൾ ആ പാർട്ടിയിലെ ഒരു സ്ത്രീക്ക് നേരെ വരുമ്പോൾ മാത്രമല്ല ഇതുപോലുള്ള നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെപ്പോലെ സാധാരണക്കാരായ സ്ത്രീകൾക്കെതിരെ വരുന്നുണ്ട് ഇതുപോലെ ഇതിലും ഭയാനകമായ സൈബർ ആക്രമണങ്ങൾ. അതിനെതിരെയൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വട്ടം ഞാൻ പരാതിപ്പെട്ടതാണ്. പക്ഷേ എനിക്ക് അതിനകത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ പരാതിപ്പെടാൻ പോയില്ല. എനിക്ക് പറ്റുന്ന പോലെ തിരിച്ച് മറുപടി കൊടുത്തിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മുടെ വീഡിയോസ് കാണാനോ കമൻറ്റ് ഇടാനോ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ അങ്ങനെയാണ് ഞാൻ ഒഴിവാക്കുന്നത്. പക്ഷേ ഇതുപോലെ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ട് ഈ പറഞ്ഞ പൊതുപ്രവർത്തകരായ സ്ത്രീകളെക്കുറിച്ചും ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ വൃത്തികെട്ട രീതിയിൽ കമൻറ്റ് ഇടുന്ന ആൾക്കാരെ കൂടെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾ അതിന് തക്ക ഒരു നിയമനിർമ്മാണമാണ് നിങ്ങൾ നടത്തേണ്ടത്. അവർക്ക് തടയിടുന്ന ഒരു സ്ത്രീയും ഇതുപോലെ ആക്ഷേപിക്കപ്പെടരുത് എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. രമ്യ ഹരിദാസും ഇതുപോലെ അഞ്ജലി നായർ അങ്ങനെ എത്രയോ കഴിഞ്ഞ സാരഥി എന്ന് പറഞ്ഞിട്ടൊരു കഴിഞ്ഞ ഒരു ഇലക്ഷൻ്റെ ഒരു ആൾ പറയുന്നത് കേട്ടു. അവർക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾക്കെതിരെ അവർക്ക് സഹിക്കാൻ വയ്യാതെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് അവർ പരാതി കൊടുത്തിട്ട് ഇന്ന് വരെ ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല എന്നാണ് അവർ കഴിഞ്ഞ ദിവസം പ്രതിഭയുടെ ഈ പ്രസ്താവന വന്നതിന് ശേഷം അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് വായിക്കാനിടയായത്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് എല്ലാ പക്ഷത്തും സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെ ആരെ ആക്ഷേപിച്ചാലും ഇതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് സങ്കടം തോന്നണം. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഓരോ പൗരൻ്റെയും മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ ദിവസം ഒരുത്തൻ എന്നോട് വന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് നിൻ്റെ വോട്ട് വേണ്ട, ഇല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ മന്ത്രി ആയിക്കോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരോടും പറയണം, ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്താൽ മതി എന്ന് ഓരോ പാർട്ടിക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നത്തിന് പരിഹാരമാണ്. അപ്പോൾ പ്രതിഭയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കും എതിരെ മാത്രം വരുമ്പോഴല്ല ഈ സൈബർ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ്, അമ്മയും പെങ്ങളും കൊച്ചുമക്കളും ഒക്കെ ആണെന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ രീതിയിലുള്ള ഈ പറഞ്ഞ പോലുള്ള ഒരു നിയമനിർമ്മാണമാണ് നമുക്ക് ആവശ്യം. അല്ലാതെ എന്നെപ്പോലുള്ള സാധാരണക്കാരായ സ്ത്രീകൾ എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതുപോലെ സൈബർ ആക്രമണം എത്രയോ സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കൊന്നും തുറക്കാൻ പറ്റാതെ ആത്മഹത്യ വരെ ചെയ്ത കേസുകളുണ്ട് നമ്മുടെ നാട്ടിൽ. സഹിക്കാൻ പറ്റാതെ എത്രയോ പേര് സ്വന്തം അക്കൗണ്ടൊന്നും തുറക്കാൻ സാധിക്കാതെ വീട്ടിലിരിക്കുന്നവരുണ്ട്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ, അതായത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ പറയുന്ന കാര്യങ്ങളാണിത്. അത് ഇഷ്ടമുള്ളവർക്ക് ലൈക്കോ ഷെയറോ ഫോളോ ഒക്കെ ചെയ്യാം. ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സൗകര്യം ഫേസ്ബുക്കിൽ ഇല്ല ഉണ്ട് എന്നറിയാൻ മേലാത്തവരൊന്നും അല്ല ഇത്. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. അതാണ് ചെയ്യേണ്ടത്. എല്ലാ സ്ത്രീകളും എൻ്റെ വീട്ടിലും ഇതുപോലെ സ്ത്രീ ഉണ്ട് എന്നെങ്കിലും ചിന്തിക്കുന്ന ഒരുത്തർ പോലും ഇതുപോലുള്ള ചീത്തയും തെറിയൊന്നും എന്ന് പറയില്ല. ചീത്തയും തെറി എന്നൊക്കെ പറഞ്ഞാൽ അറയ്ക്കുന്ന രീതിയിലുള്ള അതാണ്. നിങ്ങൾ ഇവരുടെയൊക്കെ ഈ അഞ്ജലി നായരുടെയൊക്കെ ശരിക്കും അവരുടെ ആ പ്രചരണത്തിൻ്റെയൊക്കെ ആ കമൻസ് ഒന്നും നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ 25 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ കുറിച്ച് അവൾ എന്തൊക്കെയോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അതിഭയങ്കരമായ ആക്രമണമാണ്. ഇതേ സംഭവം നേരത്തെ ഒരു സീരിയൽ നടി വന്ന് പണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളായ അമേരിക്ക, മദ്രാസ്, ബോംബെ എന്നൊക്കെ പറഞ്ഞ് അന്ന് കുറേ സൈബർ ആക്രമണം നേരിട്ട് പിന്നെ ആ കൊച്ചിൻ്റെ പൊടിപോളും നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അല്ലേ?
അപ്പോൾ ഇതൊക്കെ മനുഷ്യനല്ലേ, ഏത് മനുഷ്യനാണ് തെറ്റ് പറ്റാത്തത്? തെറ്റ് പറ്റാത്തവർ നമ്മളെ കല്ലെറിയട്ടെ എന്ന് പറയുന്ന പോലെ തെറ്റ്. ഇത് ചിലരുണ്ട്, അവർക്ക് ഈ കുശുമ്പാണ് അല്ലേ, അവരെ കൊണ്ട് പറ്റാത്തത് മറ്റൊരാൾക്ക് ചെയ്യുന്നത് കാണുമ്പോഴുള്ള കുശുമ്പ്. അപ്പം എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, താങ്കൾ നിയമനിർമ്മാണം നടത്തുമ്പം പ്രതിഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലുള്ള മറ്റ് സ്ത്രീകളും താങ്കളുടെ മുഖ്യമന്ത്രി പദത്തിന് കീഴിലുള്ളവരാണ്. അവരെ കൂടെ കൺസിഡർ ചെയ്തിട്ട് അവർക്കും കൂടെ നീതി കിട്ടത്തക്ക രീതിയിലുള്ളൊരു നിയമനിർമ്മാണമാണ് താങ്കൾ നടത്തേണ്ടത്. അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ലേ താങ്കൾ നീതി നിർമ്മാണം നടത്തുന്നത്. ഇതുപോലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന ആൾക്കാർ താങ്കളുടെ പാർട്ടിയിലും ഉണ്ട്. ഇതിനേക്കാളും മോശമായ രീതിയിലാണ് അവർ പ്രതികരിക്കുന്നതും മെസ്സേജുകൾ ഇടുന്നതെന്നും മനസ്സിലാക്കാത്ത ആളല്ല താങ്കൾ. അവരെ കൂടെ തടയിടുന്ന രീതിയിലായിരിക്കണം താങ്കൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് എനിക്കത് താങ്കളോട് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. ഇഷ്ടപ്പെട്ടവർ, നിങ്ങൾക്ക് വന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ബോധ്യപ്പെടുത്തുക. ഫോളോ ചെയ്യുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നന്ദി.